വെൽക്കം ടു കിസ് മാസ്റ്റർ. ചോറ് വിളമ്പുമ്പോൾ കൈവിരച്ചാൽ എന്ത് സംഭവിക്കും? ഉത്തരം: അതിഥി വരും എന്ന് വിശ്വാസം. പൂച്ച വഴിമുറിച്ചാൽ എന്ത് സംഭവിക്കും എന്നാണ് അന്ധവിശ്വാസം. ഉത്തരം: യാത്ര മുടങ്ങും, ദോഷം സംഭവിക്കും എന്ന് വിശ്വസിക്കുന്നു. ശാസ്ത്രീയമായി അടിസ്ഥാനമില്ല. രാത്രി നഖം വെട്ടരുത് എന്ന് പറയുന്നതിൻ്റെ കാരണം. ഉത്തരം: ഐശ്വര്യക്കേട്, ദാരിദ്ര്യം വരും എന്ന് വിശ്വാസം. പഴയ കാലത്ത് വെളിച്ചക്കുറവ് കൊണ്ട് മുറിവ് പറ്റാതിരിക്കാനുള്ള വിലക്കായിരുന്നു. കൈ ധരിക്കുന്നത് എന്തിൻ്റെ സൂചനയായി കരുതുന്നു? ഉത്തരം: പണം കിട്ടാൻ പോകുന്നു അല്ലെങ്കിൽ പണം പോകാൻ പോകുന്നു എന്ന്. വലത് കൈ പുരുഷന്, ഇടത് കൈ സ്ത്രീക്ക് ഐശ്വര്യമെന്നും വിശ്വാസമുണ്ട്. കാക്ക കരഞ്ഞാൽ എന്ത് സംഭവിക്കും? ഉത്തരം: വീട്ടിൽ അതിഥി വരും അല്ലെങ്കിൽ മരണവാർത്ത വരും എന്ന് വിശ്വാസം. ചൂല് കാൽ തൊട്ടാൽ എന്ത് സംഭവിക്കും? ഉത്തരം: ലക്ഷ്മി ദേവി കോപിക്കും, ദാരിദ്ര്യം വരും എന്ന് വിശ്വാസം. രാത്രി വീട് തൂക്കരുത് എന്ന് പറയുന്നത് എന്തുകൊണ്ട്? ഐശ്വര്യം തൂത്തുവാരി കളയും എന്ന് വിശ്വാസം. കണ്ണാടി പൊട്ടിയാൽ എന്ത് സംഭവിക്കും? ഉത്തരം: 7 വർഷത്തെ ദൗർഭാഗ്യം എന്ന് പാശ്ചാത്യ വിശ്വാസം. കേരളത്തിലും പ്രചാരത്തിലുണ്ട്. കറുത്ത പൂച്ച അപശകുനമാണെന്ന് വിശ്വസിക്കുന്നത് എന്തുകൊണ്ട്? ഉത്തരം: ദുർദേവതകളുമായി ബന്ധപ്പെടുത്തിയുള്ള യൂറോപ്യൻ വിശ്വാസം ഇവിടെയും എത്തി. തുളസി തൊട്ടാൽ കുളിക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ട്? ഉത്തരം: തുളസി പവിത്രമാണ്, തൊട്ടാൽ ശുദ്ധിയാകാൻ കുളിക്കണം എന്ന് വിശ്വാസം. പാൽ തിളച്ച് തൂവിയാൽ എന്ത് സംഭവിക്കും? ഉത്തരം: ഐശ്വര്യം, ധനലാഭം എന്ന് വിശ്വാസം. വിളക്ക് കെടുത്താൻ ഊതരുത് എന്ന് പറയുന്നത്. ഉത്തരം: അഗ്നിദേവനെ അപമാനിക്കും, ആയുസ് കുറയും എന്ന് വിശ്വാസം. രാത്രി ആൽമരം ചോട്ടിൽ പോകരുത് എന്ന് പറയുന്നത് എന്തുകൊണ്ട്? യക്ഷി, ഗന്ധർവൻ ശല്യം ചെയ്യും എന്ന് വിശ്വാസം. രാത്രി ആൽമരം കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് പുറപ്പെടുവിക്കും എന്നതും ശാസ്ത്രം. വീടിന്റെ മുൻവശത്ത് ചെരുപ്പ് കമഴ്ത്തിയിട്ടാൽ. ഉത്തരം: വഴക്കുണ്ടാകും എന്ന് വിശ്വാസം. മൂങ്ങ വീട്ടിൽ വന്നിരുന്നാൽ എന്ത് സംഭവിക്കും എന്നാണ് പറയപ്പെടുന്നത്. ഉത്തരം: മരണം, ദാരിദ്ര്യം എന്ന് വിശ്വാസം. എന്നാൽ ലക്ഷ്മിയുടെ വാഹനമായും കാണുന്നു. വാവ് ദിവസം എണ്ണ തേക്കരുത് എന്ന് പറയുന്നത് എന്തുകൊണ്ട്? ഉത്തരം: പിതൃക്കൾക്ക് ഇഷ്ടമല്ല എന്ന് വിശ്വാസം. പല്ലി ദേഹത്ത് വീണാൽ സംഭവിക്കുന്നത്. ശരീരഭാഗം അനുസരിച്ച് ശുഭ അശുഭ ഫലം പറയുന്ന ഗോളിശാസ്ത്രം ഉണ്ട്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.